ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ മാഡം, നിങ്ങളെ എന്റെ യാമിനി ചെറിയമ്മ അന്വേഷിക്കുന്നു. വേണ്ട, അടങ്ങിയേക്കാം. അവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ഇവളോട് എന്തെങ്കിലും പറഞ്ഞോ എല്ലാവരും കൂടെ ചാടി എന്റെ നേരെ ഇരച്ചു വരും. ഹോസ്പിറ്റലിൽ പോയവരെ കാണുന്നില്ലല്ലോ വേണുവേട്ടാ. അവര് വരൂടി. സീരിയസ് ആയിട്ട് കൊണ്ടുപോയതൊന്നുമല്ലോ, ചെക്കപ്പിന് കൊണ്ടുപോയതല്ലേ. അവര് വേഗം വരുവന്നേ. ചത്തുപോയെന്ന് കരുതിയവര് ഞെട്ടി എഴുന്നേക്കുന്നു. പിന്നെ ഒരു കുഴപ്പമില്ലാത്തവര്. ഇവരിവിടുത്തെ അടുക്കള കയറി ഏതാണ്ട് കട്ടെടുത്ത് തിന്നോണ്ട് വരുവാ. നാണോ മാനം വേണ്ടേ? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടുത്തെ അടുക്കള കയറാൻ? നീ പോണവിടുന്ന്. ഇതേ എന്റെ വർമ്മ സാറിന്റെ വീടാ. ഞാനും സാറും തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് എനിക്ക് ഈ വീട്ടിൽ എവിടെയും കയറാം. കേട്ടോ വേണു അച്ഛനെ? ഞാൻ ആശാനും ശിക്ഷനൊന്നുമല്ല. അല്ല, മുറയനുസരിച്ച് ഞാൻ വിളിക്കേണ്ടത് അച്ഛന്നാ. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. വെറും വേണു എന്ന് വിളിക്കുന്നത് മര്യാദയല്ല. അതാ ആശാനെ എന്ന് വിളിച്ചത്. അല്ല, ഒരു കാര്യം ചെയ്യാം, ഇന്ന് മുതൽ മാഷെന്ന് വിളിക്കാം. എന്ത് തേങ്ങെങ്കിലും വിളിക്ക്. മരിച്ചവര് എഴുന്നേറ്റ് വന്ന ഒരു കഥ പറയാനാ ഞാൻ തുടങ്ങിയത്. അത് പറയാം. നാക്കടങ്ങിയിരിക്കില്ലേ? ഞാനേ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ആക്ടോഡൈഡ് രാവുണ്ണിയുടെ 1000 രൂപ പലിശയ്ക്ക് വാങ്ങിച്ചു. അത് ശരി, അമ്മ പഠിപ്പിച്ചു കൊടുത്തതാ മകന് പലിശയ്ക്ക് മേടിക്കല്. എന്നിട്ട് മുതലും പലിശയും മടക്കി കൊടുത്തില്ലായിരിക്കും. അല്ല, മുതല് കൊടുത്ത് 100 രൂപ പലിശ ഞാൻ കൊടുത്തില്ല. രാവുണ്ണി കൊറേ നാളെന്റെ പിറകെ നടന്ന് കൊടുക്കാതിരുന്നപ്പം അയാൾ എന്നെ കൊറേ അശ്ലീലം പറയുകയും ചെയ്തു. അങ്ങനെ വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. ഇതെന്താ കഥാപ്രസംഗം? അതെ, പ്രശസ്ത കാഥിക കൊച്ചിരാമപുരം കൊച്ചമ്മിണി. ചരിത്രം കേക്കടാ. ഒത്തിരി കൊല്ലം കഴിഞ്ഞ് രാവുണ്ണി മരിക്കാൻ കിടക്കുക. ഊർജശ്വാസം വലിക്കുന്ന സമയത്താ ഞാൻ കാണാൻ ചെന്നത്. അതെന്താ ഊർജ്ജശ്വാസം? ഹോ, എടാ, ഈ മരിക്കാനുള്ള വലിയേ അത് ഞാൻ അയാള് മരിക്കാൻ സമയത്ത് കട്ടിലിന്റെ അടുത്ത് എന്നൊന്ന് നിന്ന്. ഇയാള് വലിയോട് വലി. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ നടന്നപ്പോഴേക്കും അയാളെന്റെ കയ്യിൽ കയറി ഒരു പിടുത്തം. ആര്? ഈ ചാവാൻ കിടന്ന രാവുണ്ണി. അയാള് പറയുവാ, ആ പലിശ 100 രൂപ തരാതെ ഞാൻ ചാവൂലെന്ന്. എങ്ങനെയുണ്ട് ശേഖര? കൃത്യമായി വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടിയമ്മേ. ഋതുമോള് ചെയ്തത് ശരിയാണെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായത്. എന്റെ കൊച്ചുമോള് യാമിനിയെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ഞാനല്ലേ മിണ്ടാതിരുന്നത്. എന്റെ പ്ലാന് പാളിപ്പോയല്ലോ ദൈവമേ. ഈ നശിച്ചവളൊന്ന് തകർത്തു കളഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഋതുമോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യം ഉണ്ടാവുന്നു. ഓ, എന്റെ ഋതുമോള് എന്റെ ജീവൻ രക്ഷിച്ചു. അല്ല, എനിക്ക് ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ട് എനിക്കറിയായിരുന്നു ഒരു കുഴപ്പവും വരൂലെന്ന്. ഞങ്ങളുടെ കൃതികമോളെന്ന് പറഞ്ഞാൽ ആരാ? യോ, ബുദ്ധിയുടെ ഒരു നിറകുടം അല്ലയോ? നിറകുടം. അതെ, കൃതികയും കത്രികയൊന്നും അല്ല, ഋതുമോള് അങ്ങനെ വിളിച്ചാ മതി. അങ്ങനെ തന്നെടാ പോത്തെ ഞാൻ വിളിച്ചത്. എടാ, എന്റെ പല്ലെല്ലാം പല വഴിക്ക് നിൽക്കുന്നത് കൊണ്ട് ചില അക്ഷരങ്ങളൊക്കെ കാറ്റായിട്ട് അങ്ങ് പോവും.
ഈ അമ്മിണിയമ്മ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. പക്ഷെ നല്ല കൾച്ചർലെസ് ഫെലോയാ. ദേണ്ടേ അതിലും കോമഡിയാ. ചെറിയമ്മയ്ക്ക് റെസ്റ്റ് വേണം. ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ശരി മോളെ, കൊണ്ടുപോയിക്കെടുത്ത്. വാ ചെറിയമ്മ. അപ്പു, ചെറിയമ്മയ്ക്ക് ജ്യൂസ് കൂടി അടിക്കണേ. വേണ്ട, ഞാൻ ചെയ്യാം. വാ അപ്പു. വാ ചെറിയമ്മ. മോളെ, എനിക്ക് അവരൊന്ന് നേരിട്ട് കാണണം. മോള് അവരോട് നിന്റെ മുറിയിലേക്ക് വരാൻ പറയൂ. പിന്നെന്താ, എനിക്കിതൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ. ശരിയമ്മ, ഇപ്പൊ വാ. ഹലോ മാഡം. നിങ്ങളെ എന്റെ യാമിന്റെ ചെറിയമ്മ അന്വേഷിക്കുന്നു. വേണ്ട, അടങ്ങിയേക്കാം. അവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ഇവളോട് എന്തെങ്കിലും പറഞ്ഞ എല്ലാവരും കൂടെ ചാടി എന്റെ നേരെ ഇരച്ചു വരും. ഹലോ, ഞാൻ പറഞ്ഞത് മാഡം കേട്ടില്ലേ? കേട്ടു. എനിക്ക് തൽക്കാലം വരാൻ സൗകര്യമില്ലെന്നേ അവളോട് പറഞ്ഞേക്ക്. ശരി, ഞാൻ ചെന്ന് പറയാം. പക്ഷേ ചെറിയും ഇങ്ങോട്ടൊരു വരവ് വരും. അപ്പോ താഴെ നിൽക്കുന്ന എല്ലാവരും കേൾക്കേ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ചെറിയമ്മ വിളിച്ചു പറയും. അപ്പോ എല്ലാവരും അറിയും. ഈ വിഷയം എന്റെ അമ്മമ്മ അറിഞ്ഞ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വാ. നിങ്ങളെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. അകലേ